വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരുമെന്ന് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്നത് കേവലം ആരോപണങ്ങൾ മാത്രമാണ് എന്നും അദ്ദേഹം M5 ന്യൂസിനോട് പ്രതികരിച്ചു. ഗവൺമെൻറ് കഴിഞ്ഞ 4 വർഷമായി രണ്ടാം ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കേരളത്തിലെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങളോട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാം ഗവൺമെൻറ് അധികാരത്തിൽ 5 വർഷം തുടർന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ പ്രതിസന്ധികളെല്ലാം മാറ്റി സാമ്പത്തികമായ പ്രയാസങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് യാതൊരുവിധ കുറവും വരുത്താതെ അവരെ സംരക്ഷിച്ചു പോകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ 4ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വികസനം നടത്തിയ ഒരു ഗവൺമെൻറ്റായി മാറുകയാണ്. 5 ലക്ഷം പേർക്ക് വീട് വെച്ചു കൊടുത്തു, ഏതാണ്ട് 3,80,000 പേർക്ക് പട്ടയം കൊടുത്തു, എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും ഭൂരേഖ. ഇതാണ് ഗവൺമെൻറ് നയം. അതുപോലെ തന്നെ 54,000 ക്ലാസ് മുറികൾ സമ്പൂർണ്ണമായി ഹൈടെക് ആക്കി. കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളും ഹൈസ്കൂളുകളും LP UP സ്കൂളുകളും സമ്പൂർണ്ണമായി ഡിജിറ്റലൈസേഷനായി വന്നു. കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും വലിയ മാറ്റം വന്നു. അതുപോലെ കിഫ്ബി വഴി ഏതാണ്ട് നമ്മുടെ കേരളത്തിലെ മിക്കവാറും പ്രദേശങ്ങൾ നല്ല റോഡുകൾ, പാലം, സ്കൂൾ, ഹോസ്പിറ്റൽ, സ്മാർട്ട് അംഗനവാടി, അങ്ങനെ സർവ്വതല സ്പർശിയായി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ 4ാം വാർഷികം ആഘോഷിക്കുന്ന ഗവൺമെൻറ് വളരെ ആത്മവിശ്വാസത്തോടാണ് മുന്നോട്ട് പോകുന്നത്. അടുത്ത ഇലക്ഷനിൽ വീണ്ടും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെല്ലാം വെറുതെ ആരോപണമാണ്. ആരോപണത്തെക്കുറിച്ച് നമ്മളെന്താണ് പറയുന്നത്? ആർക്കും എന്ത് പറയാമല്ലോ. ഇവിടെ വളരെ സാമ്പത്തിക ചെലവ് കുറച്ചാണ് ഈ ആഘോഷങ്ങളെല്ലാം നടത്തുന്നത്. പ്രതിപക്ഷത്തിന് പറയാൻ മറ്റൊന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവർ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഇപ്പം ഈ ഒരു നേരത്തെ UDF ഗവൺമെൻറ് നടത്തിയ കാലത്ത് കണക്കുകളേ ഇല്ലായിരുന്നു, എത്ര ചെലവഴിച്ചെന്നില്ലായിരുന്നു. ഇത് വളരെ കൃത്യമായ കണക്കുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. ഈ ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുന്നു.